വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുന്നത് മാഗി പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നതാണ്. അത് സാധനം ഇതിനെ സാധനം എടുക്കാൻ പറയട്ടെ, പോയി സാധനം എടുത്തിട്ട് സാധനം കാണിച്ചു തരാം. നല്ല കാറ്റ്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ. പക്ഷെ ഇപ്പൊ മഴ പെയ്ത് കറണ്ട് പോകണമെങ്കിൽ എല്ലാം ഫ്ലോപ്പ് ആവും. കാണിച്ചു തരാം. ഒരു മിനിറ്റ്, അതൊരു സാധനം കൊണ്ടുവന്നിട്ട് കാണിക്കാം. ഒന്നര കാണിച്ചു. ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ് ഞങ്ങൾ. യെസ് ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. എന്റെ പേര് ടോപ്പ് രാമൻ അങ്ങനെയൊക്കെയാ പറഞ്ഞു. ഞാൻ ടോപ്പ് രാമൻ എന്നൊക്കെയാ പറഞ്ഞു. രാമൻ അതിന്റെ പേരൊന്നും നമുക്കറിയാം. നൂഡിൽസ് അത്രേ ഉള്ളൂ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ എന്ത് കണ്ടാലും ഞാൻ മാഗി എന്നാണ് പറയുന്നത്. എനിക്ക് അല്ലാതെ പേരൊന്നും സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാനൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല. അപ്പൊ ഓക്കെ ഗൈസ്, നല്ല കാറ്റ് വരെയാണ്. എന്റെ ഒരു നിഗമനത്തിൽ മിക്കവാറും മാഗി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ കറണ്ട് പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. പിന്നെ അവിച്ച മാഗി തിന്നേണ്ടില്ല, പച്ച മാഗി കഴിക്കേണ്ടി വരും. മാഗി അല്ല, സോറി, എന്തോ പറഞ്ഞ പേര് ആ സാധനം കഴിക്കേണ്ടി വരും. അപ്പൊ ഇത് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ 3 നേരം കഴിച്ചിട്ടില്ല ഈ സാധനം. മാഗി ഇപ്പിയൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഈ സാധനം ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും, ഫ്ലോപ്പ് ആവോ ശരിയാവോ ഒന്നും അറിയില്ല. അപ്പൊ ഞങ്ങള് അത് ഉണ്ടാക്കാൻ പോവാണ്. ഇത് പക്ഷെ രാമൻ അല്ല തോന്നുന്നു. ഇപ്പൊ രാമനല്ല, സീതയാണ്. വേറൊരു സാധനം. രാമൻ ഇങ്ങനെ അല്ല. രാമൻ ഞാൻ കഴിച്ചിട്ടുള്ള ഇത് നോർമൽ നൂഡിൽസ് ദ നെയിം ഓഫ് രാമൻ എന്തോ കഴിച്ച. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങള് കഴിഞ്ഞ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞങ്ങള് ഭയങ്കര പ്ലാനിങ് ഒക്കെ നടത്തി. ബിരിയാണി തുടങ്ങി, ചിക്കൻ കറി തുടങ്ങി, ചിക്കൻ ഫ്രൈയിൽ ഇറങ്ങി, പിന്നെ ലാസ്റ്റ് മാഗി അല്ല സാധനത്തില് രാമീന്റെ നിർത്തി ആ സാധനത്തില് നമ്മള് എത്തി. അപ്പൊ ഇത് ഫ്ലോപ്പ് ആവോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. യെസ് ഗൈസ്, നമുക്ക് പോയി ഉണ്ടാക്കാം. നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. മിക്കവാറും പ്ലാൻ ഫ്ലോപ്പ്. ഇതിന്റെ അകത്ത് ഇത്രയും കൊള്ളു ഇതിന്റെ അകത്ത്. ഇതിന് കൊള്ളുവോന്ന് അറിയില്ല. മിടുക്കി കൊള്ളുവെന്ന് വെച്ച് നോക്കുന്നത് അതോ അങ്ങനെ എടുത്ത് വെച്ച് കൊള്ളത്തില്ലേ? നോക്കാം. അയ്യോ, പൊടിച്ചിട്ട രാമനാവില്ല. നമ്മളെ രാമനാവത്തില്ല. ഓക്കെ, രാമൻ ഇങ്ങനെ നമ്മൾ അതിങ്ങനെ ലോങ് ആയിട്ട് കഴിക്കണം. പക്ഷെ ഇത് രാമനല്ല. കഴിച്ച് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇത് രാമനാണെന്ന്. കുറച്ച് ഞാൻ പറയുന്നത് രാമനല്ല എന്ന്. അവൾ തന്നെ എന്തൊക്കെയോ തീരുമാനിക്കുന്നുണ്ട്. എന്തെങ്കിലും നടക്കോ ഒക്കെ കാണാൻ കഴിച്ചു. അവൾ എന്താ ചെയ്യാൻ പോണേ. ഇന്നത്തെ കുക്ക് മിത്രയാണ്. നീ തന്നെ കഴിക്കും. ഫ്ലോപ്പ് ആവോ? സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആയിരിക്കും ഇത്. ടേസ്റ്റ് ഇഷ്ടാവോന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഇപ്പിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് മാഗി ഭയങ്കര ഇഷ്ടം. എനിക്ക് മാഗിയുടെ ടേസ്റ്റ് ഇപ്പിയുടെ ടെക്സ്ചറാണ് ഇഷ്ടം. ഇവക്ക് ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ഇഷ്ടമല്ല. മാഗി എന്ന് പറഞ്ഞ സാധനം കഴിക്കാത്തതാണ് ഇതിപ്പോ ഉണ്ടാക്കാൻ പോണം. നമുക്ക് അറിയാം. ഹെൽത്തി ഫുഡ്സ് മാത്രം കഴിക്കാൻ പാടില്ല. എന്നാന്ന് പോയി ഉണ്ടാക്കോ, കറണ്ട് ഇപ്പൊ പോവും. ഓക്കെ മാം, കം ഓൺ. ഞാനും ഗൗരിയും ചില്ലിങ് ആണ്. മിത്രയെ കാണാം. ഇവിടെ റൂളും ഓർഡറൊക്കെ വരുന്നുണ്ട്. റൂൾസ് ആൻഡ് ഓർഡേഴ്സ്. ഇന്നൊരു ലേസി ഡേ ആയിരുന്നു. രാവിലെ തൊട്ട് ചുമ്മാ എണ്ണീറ്റത് 10 മണി. പക്ഷെ 10 മണി കാപ്പി കുടിച്ചു. സാധാരണ 10 മണിയായപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കിടന്നു. 2:30 ആയപ്പോ പിന്നെ എണ്ണീറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫുഡ് കഴിച്ചു. പിന്നെയും കിടന്നു. എന്നിട്ട് പിന്നെ ഏതോ ഒരു സുപ്രഭാതത്തിൽ കുളിക്കാൻ തോന്നി. എല്ലാരും പോയി കുളിച്ചു. സത്യം. പിന്നെ അത് കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആറ് കുളിക്കാൻ തുടങ്ങായിരുന്നു. അപ്പൊ ഗൗരിയുടെ തുടക്കം, എടി ഇത് കുളിക്കണോ എന്നൊരു ചോദ്യം കൊണ്ടുവരിക. എന്നിട്ട് ഞാൻ കഷ്ടകാലത്തിന് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടാണ് അവള് കുളിക്കാത്തത്. അങ്ങനെയൊന്നുമില്ല ഗൈസ്. നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ്. നിങ്ങൾ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ ശബ്ദം വേറെ ഒന്നുമല്ല, അപ്പുറത്തെ വീട്ടിൽ നാടകത്തിന്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം കുറച്ചു മുമ്പ് വീണ്ടും ഇതായിട്ട് വന്നിട്ടുണ്ട്. കാണാം. ഇവിടെ സ്വിച്ച് ഓൺ ആക്കണം. അയ്യോ, നോക്ക്, മാറൂ. ഇതിന്റെ സ്പൂൺ ഇങ്ങനെ സ്പാച്ചുല. ഓ, ഇവക്ക് എല്ലാത്തിനും ഓരോ പേരുണ്ട്. ഓണെന്നൊക്കെ പറയും. അവളതിനെ സ്പാച്ചുലർ രാമൻ. അവിടെ സ്പാച്ചുല കിട്ടി കേട്ടോ. കാണിച്ചു 2 രീതിയിൽ ഇത് ഉണ്ടാക്കാം. ആദ്യം നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് മസാല ഇടണോ, അതോ മസാല വെള്ളത്തിലിട്ടിട്ട് അതിൽ നൂഡിൽസ് ഇടണോ? അല്ല, വെള്ളത്തിലിട്ട് നൂഡിൽസ് ഇട്ട് അതൊന്ന് തിളച്ചിട്ട് പിന്നെ മസാല ഇടാം. യാ, ഐ ഓൾസോ ലൈക്ക് ദാറ്റ്. എനിക്കും അതാ ഇഷ്ടം.
അല്ലാതെ പറഞ്ഞു മിത്ര എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. വെള്ളമാണ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത്. അത് ചുമ്മാ വെള്ളം ഇളക്കം എന്തെങ്കിലും ഉണ്ടെന്ന് കാണിക്കണ്ട. ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട. ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഇത്രയും ഒരു എന്താ കുറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത്രയും കുറഞ്ഞ സാധനങ്ങൾ വെച്ചാൽ കൂടിയ സെറ്റപ്പ്. അങ്ങനെ ഞങ്ങൾ ലിമിറ്റഡ് അവൈലബിലിറ്റി വെച്ചിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. ഓക്കെ, എത്ര ഫസ്റ്റത്തെ സാധനം എടുത്തത് ഈ കളറിൽ ഇതിന്റെ അതിപ്പോ കണ്ടറിയാം. ഇന്നലെ ഇവര് ലുലു പോയിരുന്നു ഗൈസ്, അപ്പൊ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ലുലുവിൽ ഓഫർ. ആ ഗൈസ് ഒരു മണമൊക്കെ വരുന്നുണ്ടാ, കൊള്ളാമായിരിക്കും എന്തോ. ഗൈസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോയിങ് ഓൺ പ്രോസസ്സാണ്. നമ്മുടെ പ്ലാനിങ് എല്ലാം ഫ്ലോപ്പായി. ലാസ്റ്റ് ചിക്കൻ ഫ്രൈ തുടങ്ങിയ സാധനം ഇപ്പോൾ ചിക്കൻ ഫ്രൈ വരെ എത്തിയ സാധനം ഇപ്പോൾ ടോപ്പ് രാമേനിൽ നിർത്താണ്. ഞാൻ ഈ സാധനം കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ കാർട്ടൂൺ എന്ന് വെച്ചാൽ കാർട്ടൂണിലൊക്കെ ഇല്ലേ, കാർട്ടൂണിലൊക്കെ അല്ലേ ഈ സാധനം കണ്ടിട്ടുള്ളൂ. ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ ഇവരിങ്ങനെ പോയി എടുക്കും. ആ രാമൻ ഏത് കാർട്ടൂണിലാ കണ്ടേ? ആ ശരിയാന്ന് പറഞ്ഞില്ലേ? ആ ശരിയാ. അപ്പം കൊള്ളാമായിരിക്കും. നിന്റെ അഭിപ്രായം എന്താണ്? ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടും. അത് എനിക്ക് എങ്ങനെ അറിയാം? ആദ്യം ഇഷ്ടപ്പെട്ടില്ല, ഐശുവിന് കുറച്ച് ഇഷ്ടപ്പെട്ടു. ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പരീക്ഷിക്കാൻ വേണ്ടി 3 പാക്കറ്റ് വാങ്ങിക്കൊണ്ടു. നീ വലിയ പാക്കറ്റ് 3 എണ്ണം, 1 2 3 എണ്ണം. തിന്നും. കോളേജിൽ നിന്ന് വരുമ്പോഴാണ് നമുക്ക് വിശക്കുന്നത്. അപ്പൊ നമ്മള് അത് ശരിയാണ്. വിശന്നാ പുല്ലും തിന്നുന്ന ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നതോടെ ഞങ്ങൾ മനസ്സിലാക്കി. ആ ഒരു വലിയൊരു ഗുണപാഠം ഞങ്ങൾ പഠിച്ചു ഗൈസ്. ബദാം കഴിച്ച് നിന്നിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഹോസ്റ്റലിലായിരിക്കും അങ്ങനെയാണല്ലോ. ഹോസ്റ്റലിൽ നിന്നവർക്ക് ആ വേദനയും ആ ഒരു അവസ്ഥയൊക്കെ മനസ്സിലാവുള്ളൂ അല്ലേ. മിത്ര നോക്കാൻ പോവാം. മിത്ര അവിടെ ഒറ്റയ്ക്കാണ്. ഞങ്ങൾ ഇപ്പുറത്ത് വന്നത് കഥയും പറഞ്ഞോണ്ടിരിക്കുകയാണ്. മിത്ര നോക്കാൻ പോകാം. വേഗമാവട്ടെ. മസാലയ്ക്കൊരു എന്തോ ഒരു കുഴപ്പമില്ല. അതെ, ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു മണം. ആ ഒരു എന്തോ ഒരു മണം. അത് മണമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിൽ മല്ലിയിലൊക്കെ നല്ല മണം. ഉലുവയുടെ ശരിയാണ്. ഉലുവയുടെ ഒരു ചെറിയ മണമുണ്ട്. മണമല്ല, ചെറിയ നാറ്റം പോലത്തെ ഒരു സാധനമാണ്. എന്താണോ ആവും. ഇനി കഴിക്കുമ്പോ അറിയാം. ടേസ്റ്റ് എങ്കിലും ഉണ്ടായിരുന്നാ മതിയായിരുന്നു. നമുക്ക് നോക്കാം. റെഡി ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു രാമേനൊന്നും അല്ല. രാമേൻ ഇങ്ങനെ അല്ല. അടുത്തത് നമ്മുടെ മാഗി തന്നെ ഇത്ര സർവ് ചെയ്യുവാണ്. ചൂട് ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഞാൻ തന്നെ കഴിക്കാം. നമുക്ക് ഓരോരുത്തരായിട്ട് കഴിക്കാം. അപ്പൊ ഞാൻ തന്നെ ഫസ്റ്റ് കഴിക്കാം. ഇഷ്ടപ്പെടുമെന്നോ? കുഴപ്പമില്ല. അല്ല കൊള്ളാം. കുഴപ്പമില്ലെന്നല്ല, കൊള്ളാം. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചത്ര ഫ്ലോപ്പ് ആയിട്ട്. നമുക്ക് ഇവരെയും കൂടെ റിയാക്ഷൻ നോക്കാം. നമ്മുടെ മിത്ര സ്പൂൺ വെച്ചേ കഴിക്കാറുള്ളൂ. അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇവക്ക് നൂഡിൽസ് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് മാഗി കൊടുത്താലും കൊള്ളത്തില്ലെന്ന് പറയുള്ളൂ. കഴിച്ചിട്ടാണ്
യെസ് ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ ആ രാമീൻ സാധനം ഡ്യൂപ്ലിക്കേറ്റ് രാമീൻ സാധനം കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമായി. നൂഡിൽസ് അത് രാമീൻ എന്നാണ് അവള് പറയുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല, കാരണം ഇത് എന്തൊക്കെയൊക്കെയോ ഒരു ടേസ്റ്റ് വരാറ്. പക്ഷെ പിന്നെ നമ്മൾ 2-3 കഴിച്ചപ്പോൾ നമ്മൾ യൂസ്ഡ് ആവുമല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ ഇഷ്ടമായി. എനിക്ക് എങ്ങനെയാണ്? നമുക്ക് ഇഷ്ടമില്ല. നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. നമുക്ക് പൊതുവെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. നിനക്കോ? എനിക്ക് ഇതേപോലെ ഫസ്റ്റ് ഇഷ്ടമായില്ല, പിന്നെ കുഴപ്പമില്ല. യെസ് ഗൈസ്, അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എന്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എന്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. ബൈ.